ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 12-ാമത്തെ പേജാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ അർത്ഥം ആശയവും മനസ്സിലാക്കാൻ പോണത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് യഹൂദികൾ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചാണ്. അവര് അവരിലുള്ള കപടന്മാർ സത്യവിശ്വാസികളുടെ അടുത്ത് വരുമ്പോൾ പറയും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് വേദഗ്രന്ഥത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കും, സത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ തിരിച്ച് ഇവരുടെ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ അവര് ചീത്ത പറയും, എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണേ, അള്ളാഹുവിൻ്റെ അടുത്ത് ഇവർ ന്യായവാദം നടത്തൂലേ, നമുക്കിതൊക്കെ അറിയായിരുന്നു എന്ന് അവർ പറയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് അടുത്തൊരായത്ത് വന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവലാ യഅലമു, അവർ അറിയുന്നില്ലേ, അന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു യഅലമു അറിയുന്നു, മാ യുസിറൂന അവർ രഹസ്യമാക്കുന്നതും, വമാ യുഅ്ലിനൂൻ അവർ പരസ്യമാക്കുന്നതും. അല്ലാഹു ചോദിക്കുകയാണ്, അവരിങ്ങനെ ഇവരോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞു കൊടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ്, ഇതെന്താ, ഇതൊന്നും അള്ളാഹ്ക്ക് മനസ്സിലാവൂലേ, നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും ഒക്കെ അത് അള്ളാഹു അറിയുന്നുണ്ട് എന്ന് അവർക്ക് അറിയുകയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇനി അടുത്ത ആയത്തിൽ പറയണത് വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യളുന്നൂൻ. അവരിൽ 2 ടൈപ്പ് ആൾക്കാരാണുള്ളത് വേദക്കാരിൽ. ഒന്ന് എഴുത്തും വായനയും അറിയുന്ന ആളുകളും, അറിയാത്ത ആളുകളും, അറിയാത്ത സാധാരണ മനുഷ്യന്മാരും, പിന്നെ പണ്ഡിത പുരോഹിതന്മാരും. അവർക്ക് എഴുത്തും വായനയൊക്കെ അറിയാം, അവർ നല്ലോണം ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ ഈ ഒന്നും അറിയാത്ത, എഴുത്തും വായനയും അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു അവര് ഊഹങ്ങളും അവരുടെ ചില വ്യാമോഹങ്ങളും മാത്രമാണെന്നാണ് ഈ പറയണത്. വമിൻഹും അവരിലുണ്ട് ഉമ്മിയൂൻ, ഉമ്മിയൂൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്ഷരജ്ഞാനം ഇല്ലാത്ത ആളുകൾ, ലാ യഅലമൂൻ അവർ അറിയുകയില്ല, അൽ കിതാബ ഗ്രന്ഥത്തെ, വേദഗ്രന്ഥത്തെ അവർക്ക് അറിയില്ല, ഇല്ല അമാനിയ ചില വ്യാമോഹങ്ങളല്ലാതെ, വ ഇൻഹും അവരല്ല, ഇല്ലാ യളുന്നൂൻ ഊഹിക്കുകയല്ലാതെ. അപ്പൊ എന്താണ് പറയണെന്ന് വെച്ചാല്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പുരോഹിതന്മാര് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെ അറിയുള്ളൂ. അപ്പൊ ഇവര് വിചാരിക്കുകയാണ് നമുക്ക് ഇനി ഇന്ന നന്മകളൊക്കെ കിട്ടാനുണ്ട്, ഗുണങ്ങളൊക്കെ വരാനുണ്ടെന്ന് അവര് മോഹിക്കും. പിന്നെ പല കാര്യങ്ങളും പല മതപ്രമാണങ്ങളും ഇവർക്ക് അറിയില്ല. അപ്പൊ അവര് അതിനെക്കുറിച്ച് അവര് ഊഹിച്ചു വെക്കുകയാണ്, ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഊഹിച്ചു വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ പണ്ഡിതന്മാര് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. അപ്പോ പിന്നെ പറയണത് ഫവൈലുൻ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീലൻ ഫവൈലുൻ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൻ ലഹും മിമ്മാ യക്സിബൂൻ. വൈലുൻ എന്ന് വെച്ചാൽ നാശം, അപ്പോൾ നാശം, ലില്ലദീന യക്തുബൂന എഴുതുന്നവർക്ക് നാശം, അൽ കിതാബ ഗ്രന്ഥം, ബി ഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്, സുമ്മ പിന്നീട്, യഖൂലൂന അവർ പറയും, ഹാദാ മിൻ ഇൻദില്ലാ ഇത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന് അവർ പറയുകയും ചെയ്യും, ലിയശ്തറൂ ബിഹി അവർ അതിന് വാങ്ങുവാൻ വേണ്ടി, സമനൻ ഖലീല തുച്ഛമായ വില വാങ്ങുവാൻ വേണ്ടി അവരങ്ങനെ പറയും. ഫവൈലുൻ അപ്പോൾ നാശം അല്ലെങ്കിൽ കഷ്ടം, ലഹും അവർക്ക്, മിമ്മാ കതബത് ഐദീഹിം അവരുടെ കൈകൾ എഴുതി ഉണ്ടാക്കിയതിനാൽ, വവൈലുൻ നാശം, ലഹും അവർക്ക്, മിമ്മാ യക്സിബൂൻ അവർ സമ്പാദിക്കുന്നതിൽ. ഇത് പറയണത് പുരോഹിതന്മാരെ കുറിച്ചിട്ടാണ്. അവര് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനവും സ്വഭാവവിശേഷങ്ങളും പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന സത്യങ്ങളൊക്കെ കുറിച്ചിട്ട് മുമ്പുള്ള വേദഗ്രന്ഥത്തിൽ നിന്ന് അവർക്ക് അറിയാം. അവർ അതൊക്കെ വെച്ചുകൊണ്ട് ഈ അറബികളുടെ ഇടയിൽ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങളും എഴുതുകയും സാധാരണക്കാർക്കിടയിലൊക്കെ ഇത് പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഇവരുടേതായ കുറച്ച്
താല്പര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങളും കൂടിയൊക്കെ എഴുതി പലതരത്തിൽ എഴുതിയിട്ട് ഗ്രന്ഥങ്ങളാക്കിയിട്ട് പ്രചരിപ്പിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഈ പറയണത്. അപ്പം ഇന്ന് ഇത് യഹൂദികളെ സംബന്ധിച്ചാണ് പറയണമെങ്കിലും നമ്മളുടെ ഇന്നത്തെ കാലത്തും ഖുർആനിനെയും നബിവചനങ്ങളെയൊക്കെ പലതരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആളുകൾ ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ട്. അവർക്കൊക്കെ ഇത് ബാധകമാണ്. അപ്പം അള്ളാഹു അവതരിപ്പിക്കാത്തൊരു കാര്യം എഴുതി ഉണ്ടാക്കിയിട്ട് പറയും ഇത് അള്ളാഹു അവതരിപ്പിച്ചതാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണെന്നും പറഞ്ഞിട്ട് ഇവരതിനെ ഇവിടത്തെ ഇഹലോകത്തിലെ തുച്ഛമായ ലാഭത്തിന് വേണ്ടിയിട്ട് ഇവരതിനെ വിൽക്കുകയാണ്. ധനമോ അല്ലെങ്കിൽ എന്താണ് പേരോ പ്രശസ്തിയോ ഒക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഇത് എഴുതണത്. അപ്പോൾ അവരുടെ കാര്യം വളരെ കഷ്ടമാണ്, വളരെ മോശമാണെന്നാണ് അള്ളാഹു ഈ ആയത്തുകൊണ്ട് നമുക്ക് പറഞ്ഞു തരണത്. പിന്നെ وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون. അപ്പോൾ ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും സംസാരിക്കുക എങ്ങനെയാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്, ഞങ്ങൾക്കാണ് സ്വർഗത്തിൻ്റെ കുത്തവകാശം, ഞങ്ങൾക്കാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും മക്കളും ഒക്കെയാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു സംസാരം. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ നരകത്തിലൊന്നും പോകുന്നില്ല, ഇനി അഥവാ പോയാൽ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അവിടെ കിടക്കേണ്ടി വരുള്ളൂ. അങ്ങനെയാണ് ഇവർ പറയണത്. അപ്പം അള്ളാഹു ആ ഒരു സംസാരത്തിനെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഈ ഒരായത്ത് പറഞ്ഞിരിക്കുന്നത്. വഖാലു അവർ പറയുകയും ചെയ്തു ലൻ തമസ്സനന്നാറു നരകം ഞങ്ങളെ സ്പർശിക്കുകയില്ല, ഇത് ഞങ്ങൾ നരകത്തിൽ പോകേണ്ട വരൂല. ഇല്ല അയ്യാമൻ കുറച്ച് ദിവസങ്ങളല്ലാതെ, ചില ദിവസങ്ങൾ മഅദൂദാൻ ചെണ്ണപ്പെട്ട നമ്മളുടെ കൈ കൊണ്ട് എണ്ണാൻ പറ്റണ അത്ര എണ്ണമാണ് ഈ മഅദൂദ എന്ന് പറയണത്. അപ്പൊ അത്രയും ചെറിയ ദിവസങ്ങൾ മാത്രമേ ഇവർക്ക് നരകത്തിൽ കിടക്കേണ്ട വരുള്ളൂ എന്നാണ് ഇവർ പറയണത്. അപ്പൊ അള്ളാഹു പറയണു കുൽ പറയുക അത്തഖദത്തും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇൻദല്ലാഹി അള്ളാഹുവിന്റെ അടുക്കൽ അഹ്ദ വല്ല കരാറും അള്ളാഹു ചോദിക്കാണ് കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ പറയാണ്, അല്ലെങ്കിൽ പറയാണ് അള്ളാഹു എന്താ നിങ്ങൾ അള്ളാഹുവിനായിട്ട് വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടാ, ഞാൻ ഇത്ര ദിവസം നരകത്തിൽ കിടത്തുള്ളൂ നിങ്ങളെന്നെങ്ങാനും വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടാ എന്ന് അള്ളാഹു ചോദിക്കാണ്. ഫലൻ യുഖ്ലിഫ അങ്ങനെ ഒരു കരാർ അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും ആ കരാറിനെ ലംഘിക്കുകയില്ല. ഫലൻ യുഖ്ലിഫ എന്നാൽ ലംഘിക്കുകയില്ല അള്ളാഹു അഹ്ദ അവന്റെ കരാറ്. അല്ല അതല്ല തഖൂലൂന നിങ്ങൾ പറയുന്നു അലല്ലാഹി അള്ളാഹുവിന്റെ മേൽ മാലാ തഅലമൂൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണോ നിങ്ങൾ പറയണേന്ന് അവരോട് ചോദിക്കാണ്. ഈ പറയണത് അള്ളാഹു ആയിട്ട് വല്ല കരാർ ഉണ്ടാക്കിയിട്ടാണോ നിങ്ങൾ പറയണത്? ഇനി കരാർ ഉണ്ടാക്കിയിട്ടാണെങ്കിൽ അള്ളാഹു ഒരിക്കലും ആ കരാറിനെ ലംഘിക്കുകയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് തോന്നിയ മാതിരി നിങ്ങൾ അങ്ങോട്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തൊരു കാര്യം പറഞ്ഞുണ്ടാക്കുകയാണോ എന്നാണ് ചോദിക്കണേ. അടുത്ത ആയത്ത് ബലാ മൻ കസബ സയ്യിഅതൻ വഅഹാതത് ബിഹി ഖതീഅതുഹു ഫഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ബല എന്ന് വെച്ചാൽ ഇല്ലാതെ, മൻ കസബ ആർ സമ്പാദിച്ചു, കസബ എന്ന് വെച്ചാൽ സമ്പാദിച്ചു എന്നാണ്, സയ്യിഅതൻ വല്ല തിന്മയും, അഹാത്വത്ത് എന്ന് വെച്ചാൽ അർത്ഥം വലയം ചെയ്തു, ചുറ്റി എന്നൊക്കെയാണ് അർത്ഥം. അപ്പം വലയം ചെയ്തു ബിഹി അവനെ, ഖതീഅതുഹു അവന്റെ തെറ്റുകുറ്റങ്ങൾ, ഫഉലൈക എന്നാൽ അക്കൂട്ടർ, അസ്ഹാബുനാർ അവരാണ് നരകത്തിന്റെ ആളുകൾ, ഹും ഫീഹാ ഖാലിദൂൻ അവർ അവിടെ നിത്യവാസികളായിരിക്കും. അതായത് ആര് തിന്മയെ നേടിവെക്കുകയും തൻ്റെ തെറ്റുകുറ്റം വലയം ചെയ്തിരിക്കുകയും ചെയ്യുന്നുവോ, ഒരാൾ തിന്മ ചെയ്താൽ അയാൾ നരകത്തിലായിരിക്കും, അവിടെ അയാൾ നിത്യവാസി ആയിരിക്കും. ഖാലിദ് എന്ന് വെച്ചാൽ നിത്യവാസി, അവിടെ നിന്ന് പിന്നെ ഒരു മോചനമില്ല, അവിടെ തന്നെ ആയിരിക്കും അവരെന്നാണ് ഈ പറയണത്. ഇനി നല്ല ആൾക്കാരെ കുറിച്ച് പറയണം. വല്ലദീന ആമനു വിശ്വസിച്ച ആളുകൾ, വഅമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത, ഉലൈക അക്കൂട്ടർ, അസ്ഹാബുൽ ജന്ന ജന്നത്തിന്റെ അതായത് സ്വർഗത്തിന്റെ ആളുകളാണ് അവര്, ഹും ഫീഹാ ഖാലിദൂൻ അവരും അവിടെ നിത്യവാസികളായിരിക്കും. അപ്പൊ സ്വർഗത്തിന്റെ ആൾക്കാരുടെ 2 ക്വാളിറ്റിയാണ് നമ്മളിത് ആദ്യത്തെ ബക്കറ തുടങ്ങിയപ്പോൾ തന്നെ പറയണ്ടല്ലേ, സത്യവിശ്വാസികൾ മുഅ്മിന്റെ ക്വാളിറ്റി പറയുന്നുണ്ട്. എന്തൊക്കെയാണ് 2 വിശ്വസിക്കണം, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ഇത് വിശ്വാസമില്ലാണ്ട് നല്ല കാര്യം പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, ഇനി പ്രവൃത്തിയില്ല, വിശ്വാസമൊക്കെ പെർഫെക്റ്റ് ആണ്, അള്ളാഹു ഉണ്ട് പരലോകം ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ പ്രവൃത്തി ശരിയല്ലെങ്കിൽ അതുകൊണ്ടും കാര്യമില്ല. അപ്പം നമുക്ക് ഈ 2 കാര്യങ്ങൾ നിർബന്ധമാണ്. വിശ്വാസം ആദ്യം വേണം, അള്ളാഹു അവതരിപ്പിച്ച എല്ലാത്തിലും വിശ്വാസം വേണം. പിന്നെ
അള്ളാഹുവിൻ്റെ നിയമ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും വേണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സ്വർഗമുണ്ടായിരിക്കും. അടുത്ത ആയത്ത് വഇദ് അഖദ്നാ മീസാഖ ബനീ ഇസ്രായീല ലാ തഅബുദൂന ഇല്ലല്ലാഹ് لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. അപ്പോൾ ഇത് അഖദ നമ്മൾ കുറേ പ്രാവശ്യം വന്ന വേർഡാണ് അല്ലേ. അഖദ എന്ന് വെച്ചാൽ പിടിച്ചു അല്ലെങ്കിൽ വാങ്ങി എന്നുള്ള അർത്ഥമാണ്. ഇത് അഖദ്ന, ഇത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സന്ദർഭം കുറിക്കാൻ വേണ്ടി പറയണതാണ്. അപ്പം ഇത് അഖദ്ന നാം വാങ്ങിയ സന്ദർഭം. മീസാഖ് എന്ന് വെച്ചാൽ ഉറപ്പ്. ബനി ഇസ്രായേലിയരുടെ ഉറപ്പ് വാങ്ങിയ സന്ദർഭം. എന്തെന്നൊക്കെയാണ് അവരിൽ നിന്ന് ഉറപ്പ് വാങ്ങിയെന്നാണ് ഇനി പറയണത്. ലാ തഅബുദൂന ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാണ്ട് ആരാധിക്കുകയില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാം. വദിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്കും, വല്യത്താമ, അനാഥകൾക്കും, വൽ മസാക്കിൻ, അഗതികൾക്കും, മിസ്കീനുകൾ, പാവപ്പെട്ടവർക്കും, വഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യും, ലിന്നാസി, മനുഷ്യരോട്, ഹുസ്ന, നല്ല കാര്യങ്ങൾ പറയുക, വ അഖീമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തുക, വ ആതു സകാത്ത, സകാത്ത് കൊടുക്കുക, സുമ്മ തവല്ലൈതും, പിന്നെ നിങ്ങൾ തിരിഞ്ഞുപോയി, ഇല്ലാ ഖലീലം മിൻകും, നിങ്ങളിൽ നിന്ന് അല്പം ആളുകൾ ഒഴികെ, വ അൻതും മുഅ്രിദൂൻ, നിങ്ങളാകട്ടെ അവഗണിച്ചു കളയുന്നവരാണ്. അപ്പം അള്ളാഹു പറയണത് അവർക്ക് അവരുമായിട്ടുണ്ടാക്കിയ ഒരു കരാർ, അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് അവരോട് പറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അള്ളാഹു അവരോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ എന്നാണ് പറയണത്. ഒന്ന്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, പിന്നെ മാതാപിതാക്കൾക്ക്, പിന്നെ അടുത്ത ബന്ധമുള്ളവർക്ക്, യത്തീമുകൾക്ക്, പാവപ്പെട്ട അഗതികൾക്ക്, മിസ്കീനുകൾക്ക്, പിന്നെ ആളുകളോട് നല്ലത് പറയണം, നമസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹു അവരിൽ നിന്ന് വാങ്ങിച്ച ഉറപ്പ്. പക്ഷെ എന്നിട്ട് എന്താ ചെയ്തു? അവരിൽ അല്പം ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഉറപ്പൊക്കെ തെറ്റിച്ച് കളഞ്ഞു, ഇവർ പിന്മാറി കളഞ്ഞു. അപ്പൊ നിങ്ങളുടെ പതിവ് ഇത് തന്നെയാണെന്നാണ് പറയണത്. നിങ്ങളാകട്ടെ തിരിഞ്ഞു കളയുന്നവരുമാകുന്നു, നിങ്ങളുടെ പതിവ് അതാണ് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കണേ. അപ്പൊ ഈ കൽപ്പനകളൊക്കെ നമ്മളും അത് ഒക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജ്. 77 തുടങ്ങി 83 വരെയാണ് ഇതില് ഈ ഒരു പേജിലുള്ളത്. അപ്പൊ പറഞ്ഞത് ആദ്യത്തെ ആയത്ത് മറ്റേതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അള്ളാഹു നിങ്ങളെ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. പിന്നെ വേദക്കാരിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ട്, അറിവുള്ളവരും ഉണ്ട്, എഴുത്തും വായനയും അറിയാത്തവരും ഉണ്ട്. അപ്പൊ ഈ ഒന്നും അറിയാത്തവർക്ക് അവർക്ക് എന്താ ഈ മതത്തെക്കുറിച്ച് കുറച്ച് വ്യാജമായ മോഹങ്ങളും ഊഹങ്ങളും മാത്രമേ ഉള്ളൂ. ഈ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ പിന്നെ മറ്റൊരു പണ്ഡിതന്മാരെന്താ ചെയ്യാന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കും. ആ ഉണ്ടാക്കിയവർക്ക് നാശമാണ്, വയലെന്നാണ് പറഞ്ഞേക്കണേ. അവർ അത് എഴുതി ഉണ്ടാക്കിയത് കൊണ്ട് നാശം, അവരതിൽ നിന്ന് എന്ത് സമ്പാദിച്ചാലും അത് നാശം തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ഇവരുടെ ഒരു വാദത്തെ അള്ളാഹു ഇവിടെ തിരുത്തുകയാണ്. അവർ എപ്പോഴും പറയണത് എന്താ, ഞങ്ങൾ നരകത്തിൽ പോവില്ല, പോയാൽ തന്നെ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളെ ഞങ്ങൾക്ക് നരകത്തിൽ കിടക്കേണ്ട വരുള്ളൂ എന്നാണ് ഇവർ പറയണത്. അപ്പോൾ അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുമായി വല്ല കരാറുണ്ടാക്കിയിട്ടുണ്ടോ എന്നിട്ടാണോ ഈ പറയണത്? ഇനി കരാറുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും അള്ളാഹുവിൻ്റെ കരാർ ലംഘിക്കുകയില്ല. അതല്ല, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തൊരു കാര്യം വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണോ എന്നാണ് ചോദിക്കണേ. പിന്നെ പറഞ്ഞു, ആര് തിന്മ സമ്പാദിച്ചു അവന് ശാശ്വതമായി നരകത്തിലായിരിക്കും, ആര് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തോ അവര് സ്വർഗത്തിലായിരിക്കും. അപ്പൊ ഈ തിന്മ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, നിസ്സാരമായി ഗണിക്കപ്പെടുന്ന പാപങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുവിൻ, കാരണം അവ മനുഷ്യനിൽ ഒരുമിച്ച് കൂടി അവസാനം അവനെ അത് നാശത്തിലകപ്പെടുത്തുന്നതാണ്. അതായത് നമ്മൾ ചെറിയൊരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് ചെറിയ കാര്യമല്ലേ, ഇതിനേലും വലിയ തെറ്റ് ചെയ്യണ എത്രയോ ആൾക്കാരുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ, പാപങ്ങൾ കൂടിക്കൂടി അതൊരു വലിയ പാപത്തിന്റെ അത്രയും ആവും. അപ്പൊ അത് നിങ്ങളെ നാശത്തിലകപ്പെടുത്തും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ഒരു സ്ഥലത്ത് എന്നിട്ട് ചെറിയ ചെറിയ വിറക് കൊള്ളികൾ ശേഖരിക്കാൻ പറഞ്ഞൊരു സംഭവം, അത് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. കുറേ വിറകുകൾ
ചെറിയ ചെറിയ കമ്പുകൾ കൂട്ടി ലാസ്റ്റ് എല്ലാവരും കൂടി കൊണ്ടിട്ടപ്പോൾ അതൊരു വലിയ ഒരു കൂമ്പാരായി. അപ്പം അതുപോലെയാണ് നിങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ തിന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചെറിയ തെറ്റുകൾ നമുക്ക് ആ ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ പാപങ്ങൾ കൂടി അത് നമ്മളെ നാശത്തിൽ അകപ്പെടുത്തുന്നതാണെന്നാണ് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, അവരിൽ നിന്ന് വാങ്ങിച്ച ഉറപ്പ്. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, ഇവരോടുള്ള കൽപ്പനകൾ എന്തൊക്കെയായിരുന്നു? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. എവിടെ അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞ മിക്കവാറും സ്ഥലങ്ങളിൽ ഖുർആനിൽ കൂടെ തന്നെയാണ്, ചേർത്തുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾക്കുള്ള സ്ഥാനവും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അടുത്ത ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും, അവരെയൊക്കെ ഒരേ ഇതിൽ തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നെ മനുഷ്യരോട് നല്ലത് മാത്രം പറയുക, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും തിരിഞ്ഞുപോയി. അത് തന്നെയായിരുന്നു നിങ്ങളുടെ പതിവ് എന്നാണ് അള്ളാഹു പറഞ്ഞ് ഈ ഒരു പേജ് അവസാനിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.